നമ്മളിവിടെ നട്ടിട്ടുള്ള ഈ വാഴകളുണ്ടോ 1.5 മാസത്തോളമൊക്കെ ആയി വാഴ നട്ടിട്ട്. ചെറുതായിട്ട് ഒരു പണിയൊക്കെ ഒരു പ്രാവശ്യം വളമൊക്കെ ചെയ്തതാണ്. അപ്പം നമുക്ക് ഇതിനോട് ഒന്ന് മാറ്റി നടണം. ഇവിടെ ഒരു കിണർ കളക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് മാറ്റി നടാമെന്ന് കാണിച്ചു തരാം. ഇതിനു വേണ്ടി നമ്മൾ വേറെ ഇതുപോലെ 3-4 കുഴികൾ വലുത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം വലിയൊരു കുഴി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഴിയിലേക്ക് നമുക്കതിനെ മാറ്റി നടണം. നല്ല വേനലല്ലേ, അപ്പോൾ ഈ സമയത്ത് ഈ കുഴി അതിൻ്റെ ഈ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് അത് നനച്ചിട്ട് വേണം നമുക്ക് പറിച്ചിട്ട് ഇതിൽ നടാൻ. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ കുഴി ഉണ്ടല്ലോ ശരിക്കും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. നല്ല വേനലല്ലേ, അപ്പോൾ വേരോടെ നമ്മൾ കൊണ്ടിൽ വെക്കുമ്പോൾ ഈ കുഴിയെ ഒന്ന് നനഞ്ഞ് മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. കുഴി അതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ നനച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് വാഴ വല്ല വേരോടെ കൊണ്ടു വെക്കണം. അപ്പോൾ നമ്മൾ ഈ വാഴയുടെ ഇവിടുന്ന് പറിക്കണത് ഈ വാഴ മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് കുറച്ച് കണ്ടില്ലേ, കുറച്ച് കപ്പ, അതുപോലെ കുറച്ച് നമ്മുടെ തക്കാളി, പച്ചമുളക് കുറച്ച് ഇവിടുന്ന് പറിച്ച് മാറ്റേണ്ടി വരും. കാരണം നമ്മൾ ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വല്ല ഇതിങ്ങനെ വേരോടെ പിടിച്ചിട്ടുണ്ട്. ഈ കുഴിയിലേക്ക് നമ്മൾ വല്ല ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഈ ഇവിടെയുള്ള മണ്ണ് തന്നെ കൊത്തി ഇറക്കാതെ നമ്മുടെ ഇതിൻ്റെ ചോട്ടിലുണ്ടായിരുന്ന മണ്ണുണ്ടല്ലോ, അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണാണ്. നമ്മൾ വളമൊക്കെ ഇട്ടുള്ളതാണ്, അത്യാവശ്യം എല്ലാ വളമിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ മണ്ണ് തന്നെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചോട്ടിലിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണത്. ചെറിയ വാഴ പഠിക്കാൻ പ്രയാസം കേട്ടോ, പിടിച്ച് പൊക്കിയാണ് പോരും, എല്ലാം പോരും. നമുക്ക് ദൂരം ഉണ്ടോ ഇങ്ങനെ തന്നെ വല്ല കൊണ്ടുപോയി നമ്മൾ കുയിൽ ഇറക്കിച്ചാൽ മതി കേട്ടോ. വളമൊക്കെ ഇട്ടുള്ളതാണ്, ശതമാനം വളമുള്ളതാണ് ഇതിനകത്ത്. നമുക്ക് തൽക്കാലം ആ വാഴത്തിൽ വളരേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഈ മണ്ണ് നമ്മളിങ്ങനെ ചുറ്റും എല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഇവിടം വരെ ഉണ്ടല്ലോ, ഒരു ഇത്രയും വരെ നമ്മൾ ഈ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം ആയിക്കോട്ടെ, അടിയിലേക്ക് ഇറങ്ങട്ടെ വെള്ളം. ഇതുപോലെ നമ്മൾ 4 വാഴയാണ് നമ്മൾ മാറ്റി നട്ടിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ 10-15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മാറ്റി നട്ട വാഴയ്ക്ക് എന്തായി, അതുപോലെ നമ്മൾ 2 തക്കാളികൾ, പച്ചമുളകൊക്കെ നമ്മൾ മാറ്റി നടുന്നുണ്ട്, അതിൻ്റെയൊക്കെ അവസ്ഥകൾ എന്താണെന്നൊക്കെ നമ്മൾ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ.